ജീവിതത്തില് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു പണി കിട്ടുന്നത്. അത് ഒരു 8ന്റെ പണി. ഓരോരുത്തരും ഈ കരിമീനും ഹമൂറൊക്കെ കഴിച്ചിട്ട് തൊണ്ടയില് മുള്ള് കുടുങ്ങിയ സ്റ്റോറി പറയുമ്പഴത്തേക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്. മാക്ക് മാക്കെന്നും പറഞ്ഞ് ഇതൊക്കെ ഞാൻ കഴിച്ചിട്ട് എനിക്ക് ഇന്നേ വരെ എന്റെ ലൈഫില് തൊണ്ടയില് മുള്ള് കുടുങ്ങിയിട്ടില്ല. തൊണ്ടയില് മുള്ള് കുടുങ്ങാണ്ടിരിക്കാൻ ഞാൻ പല ടിപ്സും ഓരോരുത്തർക്കും പറഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. തൊണ്ടയില് മുള്ള് കുടുങ്ങുന്ന സമയത്ത് നമ്മള് റിട്ടേൺ അത് എടുക്കാൻ നോക്കുമ്പോഴാണ് മുള്ള് തൊണ്ടയില് സ്റ്റക്ക് ആവുന്നതെന്നും ഡയറക്റ്റ് അത് വിഴുങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ടയിൽ സ്റ്റക്ക് ആവത്തില്ല എന്നൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഒരുപാട് പേർക്ക് ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ തൊണ്ടയിൽ മുള്ള് കുടുങ്ങിയപ്പോൾ അത് വർക്കായില്ല. അതും കുടുങ്ങിയ മുള്ള എന്തിൻ്റെയാണെന്നറിയാമോ? നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിൽ കഴിക്കാറുള്ള മത്തി, അത് നല്ല നെയ്യുള്ള മത്തി. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. ഇത്രയും ചെറിയൊരു മീൻ, അതായത് ഇത്രയും ചെറിയൊരു മുള്ളുള്ളൊരു സാധനം എൻ്റെ തൊണ്ടയിൽ സ്റ്റക്കായിട്ടിരുന്നിട്ട് എനിക്കത് ഒരു രക്ഷയില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറേ ട്രൈ ചെയ്തു, ചോറ് കഴിച്ചും പഴം കഴിച്ചും ഒക്കെ കുറേ ട്രൈ ചെയ്തിട്ടും അത് അവിടെ തന്നെ ഇരുന്ന് എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ചെവിയിലോട്ടൊക്കെ വേദന കയറിയപ്പോഴത്തേക്കാണ് നമ്മൾ തൊട്ടടുത്ത് കണ്ടൊരു കടയിലേക്ക് വണ്ടി ഒതുക്കിയത്. ഈ ഒരു കടയുടെ ഫ്രണ്ടിലായിട്ട് കൊക്കക്കോള തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോഴേ സത്യം പറഞ്ഞാല് ഒരു പെങ്കൊച്ചിന്റെ തൊണ്ടയില് മുള്ളോ എന്തോ കുടുങ്ങിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് കൊക്കക്കോള കുടിച്ചു കഴിഞ്ഞാൽ ദ്രവിച്ചു പോകുമെന്ന്. അങ്ങനെ അത് വർക്കാകുമെന്നറിയാൻ ഞാനും മേടിച്ച് കുടിച്ചിട്ടൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ ഇന്ന് ഈ കൊക്കക്കോള കുടിച്ചിട്ട് തൊണ്ടയിലെ മുള്ള് ദ്രവിച്ചു പോകുവാണെങ്കിൽ ഞാൻ ഈ കൊക്കക്കോള ഒരു സൂപ്പർ ഹീറോ ആയിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതും തൊണ്ടയിലെ മുള്ളെടുക്കുന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.